മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പേട്രിയറ്റിൻ്റെ തീം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒന്നുമല്ല. ഹോളിവുഡ് സിനിമകളിലൂടെയും ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഷയിലെ വലിയ സിനിമകളിലൂടെയും ഒക്കെ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുള്ള ഡാറ്റ പ്രൈവസി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടപ്പോൾ പ്ലോട്ട് പൂർണ്ണമായിട്ടും അവർ വ്യക്തമാക്കിയത്. സാധാരണഗതിയിൽ ഇന്ത്യൻ സിനിമയിൽ ഇത്തരത്തിലുള്ള കഥകൾ പറയുമ്പോൾ അമിതമായിട്ട് ഓഡിയൻസിനെ സ്പൂൺ ഫീഡ് ചെയ്യുക, പിന്നെ ഹോളോഗ്രാമും മറ്റു പല ഫാൻസി പരിപാടികളും കാണിച്ച് അതിൻ്റെ റിയലിസം ഇല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള പരിപാടികളൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും വലുപ്പമുള്ളൊരു വിഷയമാണെങ്കിൽ കൂടി വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് അവതരിപ്പിക്കാനാണ് മഹേഷ് നാരായണൻ ശ്രമിച്ചിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ വരുന്ന ആക്ഷൻ ബ്ലോക്കുകൾ കുറച്ചുകൂടെ മികവോടെ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എല്ലാ അർത്ഥത്തിലും സംതൃപ്തി തരുന്നൊരു സിനിമയാകാൻ പേട്രിയറ്റിന് സാധിക്കുമായിരുന്നു. ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന DRW ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. അയാളുടെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, അയാൾ കളക്ട് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള JP സുന്ദരത്തിനും അദ്ദേഹത്തിൻ്റെ മകൻ ശക്തി സുന്ദരത്തിൻ്റെ കമ്പനിക്കുമെതിരെ ഡാനിയൽ നീങ്ങുന്നു. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനുള്ള ആളെന്ന നിലയിൽ ഡാനിയലിനെ പൂട്ടാൻ ഗവൺമെൻറ് എല്ലാ വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. ഡാനി അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നതും അയാളെ പിടിക്കാൻ സുന്ദരവും മകനും ശ്രമിക്കുന്നതുമൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഒരു സിനിമ അനലൈസ് ചെയ്യുക എന്ന നിലയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആദ്യമുണ്ടായ ഒരു റിയലൈസേഷൻ, ടോം ക്രൂസ് ഒക്കെ പുള്ളിയുടെ സിനിമകളിൽ ഒരു വലിയ ആക്ഷൻ സെറ്റ് പീസ് വെക്കുന്നതിൻ്റെ കാരണമാണ്. കഥാഗതിയിൽ വലിയ പുരോഗതി ഇല്ലാത്ത ചില ഭാഗങ്ങൾ തിരക്കഥയിൽ വരുമ്പോൾ ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള ആക്ഷൻ ബ്ലോക്കുകൾ സിനിമയെ എൻഗേജിംഗ് ആക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മിഷൻ ഇമ്പോസിബിൾ സിനിമകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ചിട്ടുള്ളത് കണ്ടുപിടിക്കുക, ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കുക എന്നൊക്കെയുള്ള ഒരു പരിപാടിയാണ് അതിലുണ്ടാവാറ്. ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സമാനമായ ഒരു രീതി കാണാൻ സാധിക്കും. കഥയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒന്നാം പകുതി നമ്മളെ വളരെ എളുപ്പത്തിൽ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വളരെ നോർമലായിട്ടുള്ള പല വിഷ്വലുകളിലും ഒരു സിനിമാറ്റിക് ഫീൽ കൊണ്ടുവരാൻ ആ ഭാഗത്ത് മഹേഷ് നാരായണന് സാധിക്കുന്നുണ്ട്. വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രേക്ഷകനെ ഇൻസൾട്ട് ചെയ്യാതെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കഥാപാത്രങ്ങളുടെ കോൺവെർസേഷനുകളിൽ നിന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കി എടുക്കുന്ന രീതിയിലാണ് തിരക്കഥ അവിടെ ഒരുക്കിയിട്ടുള്ളത്. കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ട് സിനിമ മാറുന്നത് രണ്ടാം പകുതിയിലാണ്. അതിനുള്ളൊരു പ്രധാന കാരണം, നമ്മളെല്ലാവരും ഈ സിനിമ കാണാൻ കാത്തിരുന്ന പ്രധാന കാരണമായിട്ടുള്ള രണ്ട് ലെജൻഡുകളുടെ യൂണിയൻ സംഭവിക്കുന്നത് ആ ഒരു ഭാഗത്താണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ക്യൂരിയസ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ കഥാപാത്രങ്ങൾ ഏത് രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും എന്നതിലുള്ള ഒരു സസ്പെൻസ് എലമെന്റ് കാരണമാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സസ്പെൻസിനേക്കാൾ കാര്യങ്ങൾ നടത്തുക എന്നതിലേക്ക് പടം പോകുന്നതുകൊണ്ട് ഒന്നിലധികം ആക്ഷൻ സീക്വൻസുകൾ അവിടെ കയറി വരുന്നുണ്ട്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ഷൻ സീക്വൻസ് സാമാന്യം ഇംപ്രസീവ് ആയിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന പോസ്റ്ററിലൊക്കെ കണ്ട ടാറ്റാ സഫാരി ഉള്ള ചേസ് സീക്വൻസും അതിനുശേഷം വരുന്ന ഒരു ഹോസ്പിറ്റൽ സീക്വൻസും അതിൻ്റെ ഒരു സ്റ്റാർ പവറിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. ആ ഒരു ഫേസിന് ശേഷം മഹേഷ് നാരായണൻ തിരക്കഥയിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അവസാന ഭാഗത്തേക്ക് വരുന്ന ഒരു ഫോൺ കോൾ സീക്വൻസിലാണ്. ശക്തിയും ഡാനിയലും ശക്തിയുടെ അച്ഛനുമൊക്കെയുള്ള ആ ഒരു സീനിൽ ഓഡിയൻസിന്റെ മുമ്പിൽ ഈ കഥ ശക്തി ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത് എന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഡാനിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ തുടക്ക ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ടേക്ക് ഓഫ് പോലെ ഒരു സിനിമയിലൂടെ സ്കെയില് കാര്യങ്ങൾ ഓതന്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ ഉപയോഗിച്ച മഹേഷ് നാരായണനെ നമുക്ക് ഓർമ്മ വരും. എഴുത്തിലൂടെ ഡ്രാമ ബിൽഡ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം തന്നെ നമ്മുടെ അറ്റൻഷൻ ഹോൾഡ് ചെയ്യാൻ ഈ പടത്തിന് സാധിക്കുന്നുണ്ട്. ഗ്രാഫ് ചെറുതായിട്ട് താഴേക്ക് പോകുന്നത് ആക്ഷൻ സീക്വൻസുകൾക്ക് അമിത പ്രാധാന്യം വരുമ്പോഴാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കുമ്പോൾ വളരെ ഫ്ലാഷി ആയിട്ടുള്ള സ്ക്രീനുകളും ഗാഡ്ജറ്റുകളും ഒക്കെ കാണിച്ചുകൊണ്ട് ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്നാൽ പേട്രിയറ്റിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷ്വൽ റിയാലിറ്റിയാണ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പല സംഗതികളും കാണിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നത്. ഡാറ്റ പ്രൈവസിയെക്കുറിച്ച് ആളുകളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള തിരക്കഥയുടെ ഉദ്ദേശം ഒരിക്കലും സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് പോലെ ആകുന്നില്ല. കഥാപാത്രങ്ങൾ നേരിടുന്ന കാര്യങ്ങളിൽ നിന്ന് സർക്കാരിന്റെ ഡാറ്റ പ്രൈവസി പോളിസികളിലെ കുഴപ്പങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണ്. വിഷ്വലി ബ്യൂട്ടിഫുൾ ആക്കുന്ന പരിപാടിക്കല്ല മനുഷ്യനന്ദൻ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ശ്രമിക്കുന്നത്. വളരെ പോഷ് ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ വരെ സിനിമ പോകുന്നുണ്ടെങ്കിലും ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ട് ക്യാരക്ടറിന്റെ ഇമോഷൻ അനുസരിച്ചിട്ടാണ് വിഷ്വൽസ് സെറ്റ് ചെയ്യുന്നത്. പല ഡീറ്റെയിലുകളും വളരെ കാഷ്വൽ ആയിട്ട് തിരക്കഥയിൽ ചേർത്ത് വെച്ചതും ഇംപ്രസീവ് ആയിരുന്നു. സുഷിൻ ശ്യാം ഒരുക്കിയിട്ടുള്ള മ്യൂസിക് വളരെ യുണീക്കാണ്. അത് പല സ്ഥലത്തും സിനിമയെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഗ്രൗണ്ടഡ് റോനെസ് ഈ സിനിമയ്ക്ക് കിട്ടുന്നതിൽ സൗണ്ട് ഡിസൈനിനും കാര്യമായൊരു പങ്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു ഭാഗം ഇംപ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സിനിമയിലെ ആക്ഷൻ ഭാഗങ്ങളാണ്. കുഞ്ചാക്കോ ബോബനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയുള്ള ആ കാർ സീക്വൻസ് ഒരു സിംഗിൾ ഷോട്ട് വെച്ച് കാണിച്ചുകൊണ്ട് നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്.
എന്നാൽ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ അതിനുശേഷം സംഭവിച്ച ചേസ് സീക്വൻസിന് സാധിച്ചില്ല. ഡാനിയൽ എന്ന ഹൈ പ്രൊഫൈൽ ഉദ്യോഗസ്ഥന്റെ വേഷം മമ്മൂട്ടി വളരെ അനായാസം തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ്. അത് അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ആട്ടത്തിലൂടെ എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള സറിൻ ഷിഹാബാണ് മമ്മൂട്ടിയോടൊപ്പം കുറെ അധികം നേരം സ്ക്രീനിൽ ചെലവഴിച്ചിട്ടുള്ളത്. സറിൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ ക്ലാരിറ്റിയും കൺഫ്യൂഷനും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. റിഡംഷൻ തേടുന്ന മൈക്കിൾ എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വില്ലൻ എന്ന് പറയാവുന്ന തരം ഒരു ക്യാരക്ടറിനെ തന്നെയാണ് ഫഹദ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പുള്ളി ഈ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴുള്ള അതേ പിച്ചിലാണ് ഭൂരിഭാഗം സമയത്തും ഉള്ളത്. എന്നാൽ ക്ലൈമാക്സിനോടടുത്ത് അച്ഛനോട് ഫോണിൽ സംസാരിക്കുന്ന സീൻ ഫഹദ് പെർഫോം ചെയ്തത് ഗംഭീരമായിട്ടാണ്. ഒരൽപ്പം നാടകീയത കൂടിയ ആ സീൻ വിശ്വസനീയമാക്കിയത് ഫഹദിന്റെ പെർഫോമൻസ് ആണ്. JP സുന്ദരം എന്ന ക്യാരക്ടറിനെ രാജീവ് മേനോൻ വളരെ സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയുടെ സഹായത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദർശന രാജേന്ദ്രൻ, രേവതി, നയൻതാര മുതലായവർ കഥയിൽ പ്രാധാന്യമുള്ള എന്നാൽ സ്ക്രീൻ ടൈം താരതമ്യേന കുറവുള്ള റോളുകളിൽ വന്നിട്ടുണ്ട്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കേണൽ റഹീം നായിക് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ തന്നെയാണ്. ഡാനിയലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണ് ഈ കഥാപാത്രം വരുന്നത്. ആ ക്യാരക്ടറിന് ഒരു പ്രോപ്പർ ആർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും അനാവശ്യമായിട്ട് കുത്തിക്കയറ്റിയ ഒരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഈ സൗഹൃദത്തെപ്പറ്റി നമുക്ക് പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇക്വേഷനെ കുറിച്ച് പറയുന്ന പല ഡയലോഗുകളും ഇവരുടെ റിയൽ ലൈഫ് സൗഹൃദവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നത് തിയേറ്ററിൽ ഒരു ഓളം സൃഷ്ടിക്കുന്നുണ്ട്. ആക്ഷൻ ചെയ്യുമ്പോഴും വളരെ കാമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന മോഹൻലാലിന്റെ ടിപ്പിക്കൽ ശൈലി ഈ കഥാപാത്രത്തെ മെമ്മറബിൾ ആക്കുന്നുണ്ട്. ടേക്ക് ഓഫ് പോലെ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഗംഭീരമായിട്ടുള്ള തിരക്കഥയും കാണുമ്പോൾ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി സിനിമ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഡ്രാമയെ സ്കെയിലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ പേട്രിയറ്റ് ടേക്ക് ഓഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയാം. ആക്ഷൻ സ്പെക്ടക്കിളുകൾ ഡിസൈൻ ചെയ്യുന്നതിലുള്ള ഒരു വീക്ക്നെസ് ഒരുപക്ഷെ ഉദ്ദേശിച്ച തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഈ സിനിമ പല സീനുകളും സ്റ്റേജ് ചെയ്യുന്ന ഒരു രീതി കാണുമ്പോൾ ഓഡിയൻസിന്റെ ഇന്റലിജൻസിനെ മാനിച്ചുകൊണ്ട് കഥ പറയുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. അമിതമായിട്ട് സ്കെയിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹന സമ്മാനം ഭീഷണിപ്പെടുത്തി വാങ്ങാൻ ശ്രമിക്കാത്ത ഒരു സത്യസന്ധമായ എഫേർട്ടാണ് ആകമൊത്തത്തിൽ പേട്രിയറ്റ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്